മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. എല്ലാവർക്കും നമസ്കാരം. രാമനാമമുള്ള കാലത്തോളം ഭൂമിയിൽ വാഴാൻ അനുഗ്രഹം ചോദിച്ച അല്ലെങ്കിൽ വരം ചോദിച്ച ഭക്തനാണ്, ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയുടെ ജയന്തി ഈ വർഷത്തെ വരുന്നത് ഏപ്രിൽ 2 വ്യാഴാഴ്ചയാണ്. അതായത് ചൈത്രമാസത്തിലെ പൗർണമി ദിവസമാണ് ഹനുമാൻ ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഈ വർഷം വ്യാഴാഴ്ച തന്നെയാണ് വരുന്നത്. വിഷ്ണുവിനും ശ്രീരാമനും ഒക്കെ പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഹനുമാൻ ജയന്തി നമ്മൾ വ്രതം നോറ്റ് ആചരിക്കുന്നത് അതീവ പുണ്യകരവും അനുഗ്രഹദായകവുമാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ അല്ലെങ്കിൽ ഈ ജയന്തിയുടെ പ്രാധാന്യം ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുകയാണ്. ഇത് വളരെ സശ്രദ്ധം എല്ലാവരും കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും വിചാരിക്കുന്നു. ധർമ്മക്ഷേത്ര എന്ന ഈ ചാനൽ. അന്നേ ദിവസം നമ്മൾ വ്രതം നോറ്റ് മനസ്സുരുകി ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയോട് നമ്മൾ അപേക്ഷിക്കുന്ന ഏതൊരു കാര്യവും തന്നെ അത് നിസ്സംശയം ഹനുമാൻ സ്വാമി നമുക്ക് അത് നൽകി അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിച്ച് ഈ ഹനുമാൻ ജയന്തി ദിനത്തിൽ നമുക്ക് അത് ഹനുമാൻ സ്വാമിയുടെ വരപ്രസാദമായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വ്രതം എങ്ങനെയാണ് നമ്മൾ ഹനുമാൻ ജയന്തി വ്രതം ആചരിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ശ്രീരാമസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ശ്രീരാമസ്വാമിയെയും അതോടൊപ്പം ആരാധിക്കേണ്ടതാണ്. അപ്പം എങ്ങനെയാണ് ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഈ ഹനുമൻ ജയന്തി ദിവസം ആരാധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം അനുഗ്രഹമാണ് ലഭിക്കുന്നത് എന്നെല്ലാം നോക്കാം. ഹനുമാൻ സ്വാമി ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ്. ഭഗവാൻ ശിവശങ്കരൻ്റെ അവതാരമായിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ ജനനം എന്ന് ശിവപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമി കരുത്തിൻ്റെ ദേവനാണ്. മാർഗതടസ്സങ്ങൾ അകറ്റാനും ശത്രുദോഷങ്ങൾ ഇല്ലാതാവാനും ഹനുമത് ഭജനം അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഹനുമാൻ ജയന്തിയുടെ അന്ന് ഹനുമാൻ സ്വാമിയെ ശരിയായി ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തിക്ക് എല്ലാ തരം തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ സമൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും. ഹനുമാൻ ജയന്തി ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ സ്നാനാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് ശുഭ്രവസ്ത്രം ധരിക്കുക. എന്നിട്ട് നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ നിലവിളക്ക് കൊളുത്തി വെച്ച് ഹനുമാൻ സ്വാമിയെ യഥാവിധി പൂജിക്കുക. നമ്മൾ ആ വ്രത ദിവസവും അതിൻ്റെ തലേ ദിവസവും എണ്ണ തേച്ചു കുളി ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ പകലുറക്കവും ഉപേക്ഷിക്കുക. പിന്നെ അന്നേ ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കുമെല്ലാം സവിശേഷമായ സിദ്ധി ഉണ്ടാകും എന്ന് വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. നമ്മൾ എന്തൊക്കെയാണ് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് ചുവന്ന പൂക്കൾ, അതുപോലെ കുങ്കുമം, പിന്നെ അരി, വെറ്റില, ലഡു, കദളിപ്പഴം എന്നിവയെല്ലാം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അന്നേ ദിവസം ഏറ്റവും പുണ്യമായി ലഭിക്കുന്നത് ഹനുമാൻ ചാലീസ എന്ന ഏറ്റവും കോടി പുണ്യം ലഭിക്കുന്നതാണ് ഹനുമാൻ ചാലീസ എന്ന 40 ശ്ലോകങ്ങൾ അടങ്ങുന്ന തുളസീദാസ് രചിച്ചിട്ടുള്ളതാണ് ഈ ഹനുമാൻ ചാലീസ എന്ന ഭക്തിരസപ്രദമാണ്. അത് നമ്മളെല്ലാവരും
പറ്റാവുന്ന എല്ലാവരും തന്നെ, അത് എല്ലാ ഭാഷയിലും നമുക്ക് ലഭിക്കുന്നതാണ്. മലയാളത്തിലും നമുക്കത് ചൊല്ലാൻ സാധിക്കും. ഹിന്ദിയിലാണ് രചന എങ്കിലും മലയാളത്തിലും നമുക്കതിൻ്റെ തർജ്ജമ ലഭിക്കുന്നതാണ്. അത് നല്ല രീതിയിൽ വായിക്കാവുന്നതാണ്. ഇനി അത് ആർക്കെങ്കിലും വായിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഹനുമാൻ ചാലീസ പല പ്രാവശ്യം നമ്മൾ കേൾക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് അത് കേൾക്കുന്നതിലൂടെയും അല്ലെങ്കിൽ അത് നമ്മൾ ആ ഹനുമാൻ ചാലീസ നമ്മൾ ചൊല്ലുന്നതിലൂടെയും നമുക്ക് ക്ലേശങ്ങളിൽ അകപ്പെടാതെ ഹനുമാൻ സ്വാമി നമ്മളെ പൂർണ്ണമായും കാത്തുരക്ഷിക്കുന്നതാണ്. അത്രയധികം നിഗൂഢമായ ദിവ്യത്വം നിറഞ്ഞ 40 ശ്ലോകങ്ങളാണ് ഈ ഹനുമാൻ ചാലീസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരശുദ്ധിയോടുകൂടി തികഞ്ഞ ഭക്തിയോടുകൂടി വേണം ഈ ഹനുമാൻ ചാലീസ ജപിക്കാൻ. അതുപോലെ തന്നെ നമുക്കറിയാം, ശ്രീരാമന്റെ ഉത്തമ ഭക്തനാണ് ഹനുമാൻ. ആ ഹനുമാൻ സ്വാമി എത്രത്തോളം ശ്രീരാമനോട് ഭക്തിയുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ഹനുമാനോടുള്ള ഭക്തിയോടുകൂടി വേണം ആ ജപം അല്ലെങ്കിൽ ആ ചാലീസ ജപിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അത് കേൾക്കാൻ. ഇനി അതുപോലെ തന്നെ ഈ ഹനുമാൻ ജയന്തി ദിനത്തിൽ നമ്മൾ ഏറ്റവും ഐശ്വര്യപ്രദമായ രീതിയിൽ ചാലീസ ജപിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്ര സ്വാമിയെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമിയെയും നമ്മൾ ഭജിക്കുന്നത് ഈ ഹനുമത് ജയന്തി ദിവസത്തിൽ വളരെ ഉത്തമമാണ്. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ഈ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നമുക്ക് ഫോട്ടോ വെച്ച് നമുക്ക് ശ്രീരാമ ജയം എന്നത് പല പ്രാവശ്യം നമുക്ക് ചൊല്ലാം, 108 തവണ ജപിക്കാം. അല്ലെങ്കിൽ നമുക്കത് 108 തവണ നമുക്കൊരു പുസ്തകത്തിൽ ആ ശ്രീരാമജയം എന്ന് എഴുതാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതായി തീരുന്നതിനുള്ള ഒരു പോംവഴി കൂടിയാണത്. അതുപോലെ തന്നെ സാമ്പത്തികപരമായും തൊഴിൽപരമായിട്ടൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ശനിദശയുടെ ദോഷങ്ങൾ പലർക്കും പല രീതിയിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ശനിയുടെ അപഹാരം, കണ്ടകശനി, അഷ്ടമശനി, അതുപോലെ തന്നെ 7ര ശനി തുടങ്ങിയ ദോഷകാലങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്കൊക്കെ ആ ദോഷങ്ങളെല്ലാം അകന്ന് അത് പൂർണ്ണമായി ആ ദോഷങ്ങൾ മാറുന്നതിനായി നമ്മൾ ഈ ഹനുമത് ജയന്തി വ്രതത്തിൽ നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആ ശനി ഭഗവാന്റെ അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെ കൂടെ എന്നും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ആ ശനി ദോഷങ്ങൾ അകന്നു പോകുന്നതിനും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി നമുക്ക് ഇത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമ്മൾ ഈ ഹനുമത് ജയന്തി ആഘോഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് ശനിദോഷം ബാധിക്കില്ല എന്നുള്ള ഒരു വരം ശനി ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ശനിദോഷം അകലുന്നതിന് വേണ്ടി നമ്മൾ ഹനുമാൻ സ്വാമിയെ കൂടുതൽ ഭജിക്കേണ്ടത്. അതുപോലെ തന്നെ അത് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ശനിദേവൻ ഹനുമാൻ സ്വാമിക്ക് നൽകിയിട്ടുള്ള ഈ വരം. ഇനി നമുക്ക് അന്നേ ദിവസം നമുക്ക് പൂർണ്ണ ഉപവാസമാണ് ഏറ്റവും ഉചിതം എന്ന് എല്ലാ വ്രതങ്ങളിലും പറയുന്ന പോലെ ഏറ്റവും ഉചിതം അതാണ്. പക്ഷെ നമ്മളുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഉപവാസം ഒരിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ അരിഭക്ഷണമായിട്ടോ ഒക്കെ നമുക്ക് വ്രതം മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ പഴങ്ങൾ കഴിച്ച് നമ്മുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് വ്രതം നോൽക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഹനുമാൻ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ ഹനുമാൻ സ്വാമിയെ ക്ഷേത്രങ്ങളിൽ പോയി സന്ദർശിക്കുക. അതുപോലെ തന്നെ വഴിപാടുകൾ നമ്മൾ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് വായുവേഗത്തിൽ അതിൻ്റെ ഫലം ലഭിക്കും എന്നാണ് നമ്മൾക്ക് വിശ്വാസം. പിന്നെ നമുക്ക് എന്തൊക്കെ വഴിപാടാണ് ഹനുമാൻ സ്വാമിക്ക് അന്നേ ദിവസം ചെയ്യാൻ കഴിയുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റില മാല ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത്. നമുക്ക് ആ വെറ്റിലമാല സമർപ്പിച്ച് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സർവകാര്യ വിജയവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് അതിൻ്റെ ഫലം. എങ്ങനെയാണ് ഈ ഹനുമാൻ സ്വാമിക്ക് ഈ വെറ്റിലമാല ഇത്രയധികം പ്രിയങ്കരമായത് എന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അതായത് നമ്മുടെ ഹനുമാൻ സ്വാമി
അതായത് ആ ശ്രീരാമൻ അവിടെ ആ രാമരാവണ യുദ്ധം ഒക്കെ വിജയിച്ച സമയത്ത് ആ ശ്രീരാമ വിജയം സീതാദേവിയെ അറിയിക്കാനായിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിലെത്തിയ സമയമായിരുന്നു. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ ആ വിജയ വാർത്ത കേട്ടപ്പോൾ സീതാദേവിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് എന്തെങ്കിലും ഒന്ന് ചാർത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് സീതാദേവിക്ക് തോന്നി. അപ്പോൾ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ആ വെറ്റിലകളെല്ലാം നുള്ളിയെടുത്ത് മാല കോർത്ത് ഹനുമാൻ സ്വാമിയെ അണിയിച്ച് കൊടുക്കുകയുണ്ടായി. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള വെറ്റിലമാല എന്നതിൻ്റെ പിന്നിലുള്ളതായ ഐതിഹ്യം. അന്നു മുതൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ആ പ്രിയപ്പെട്ട ആ വെറ്റിലമാല സീതാദേവി സമർപ്പിച്ചതുപോലെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി ആ ഹനുമത് ജയന്തി ദിവസം നമുക്ക് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ആ വെറ്റില സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പല ദോഷങ്ങൾ ഇല്ലാതാവും, അല്ലെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് ഉന്നത വിജയം നേടാൻ കഴിയും. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങൾക്കും സന്തുഷ്ട ജീവിതത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹ സബലീകരണത്തിനും ഹനുമാൻ സ്വാമിക്ക് മറ്റൊരു വഴിപാട് കൂടി നടത്താറുണ്ട്. അത് സിന്ദൂരം വഴിപാടാണ്. അപ്പോൾ എന്താണ് ഈ സിന്ദൂരം വഴിപാടിൻ്റെ ഫലം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിന്ദൂരം വഴിപാടും ഹനുമാൻ സ്വാമിക്ക് ഇത്ര പ്രിയങ്കരമായത്? അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ സീതാദേവിയെ കാണാനായിക്കൊണ്ട് ഹനുമാൻ സ്വാമി സീതാദേവിയുടെ സമീപത്തെത്തി. അപ്പോൾ ആ സമയത്ത് സീതാദേവി തൻ്റെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഹനുമാൻ സ്വാമി ചോദിച്ചു അത്രേ, അല്ലയോ ദേവി, എന്തിനാണ് ഈ നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരം ചാർത്തുന്നത് എന്ന് ഭക്തിപൂർവ്വം ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സീതാദേവി പറഞ്ഞു, തൻ്റെ പ്രിയതമനായ ശ്രീരാമസ്വാമിയുടെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും പിന്നെ അതുപോലെ തന്നെ ആയുസ്സിനും വേണ്ടിയാണ് ഈ സിന്ദൂരം ചാർത്തുന്നത് എന്ന് ഹനുമാൻ സ്വാമിയോട് അറിയിക്കുകയുണ്ടായി. ഇത് പറഞ്ഞ നിമിഷം തന്നെ പെട്ടെന്ന് അവിടെ ഹനുമാൻ സ്വാമിയെ കാണാനില്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹനുമാൻ സ്വാമി പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ശ്രീരാമസ്വാമിയുടെ മുൻപിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോൾ ശ്രീരാമസ്വാമിക്ക് പോലും ചിരി വന്നു എന്നാണ് പറയുന്നത്. എന്താണ് ചിരി വരാൻ കാരണം ദേഹമാസകലം സിന്ദൂരം വാരി തേച്ചുകൊണ്ടുള്ള ഹനുമാനെയാണ് ശ്രീരാമസ്വാമി ദർശിച്ചത്. അപ്പോൾ അങ്ങനെ സിന്ദൂരത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോൾ ശ്രീരാമസ്വാമി ചോദിക്കുകയുണ്ടായി, എന്താണ് ഹനുമാൻ സ്വാമിയെ ഇങ്ങനെ കുങ്കുമത്തോടെ കുങ്കുമത്തോടൊക്കെ ഇത്ര പ്രിയമുണ്ടാവാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സിന്ദൂരത്തിലൊക്കെ കുളിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ശ്രീരാമസ്വാമി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ്, കുറച്ച് സിന്ദൂരം നെറ്റിത്തടത്തിൽ ചാർത്തിയാൽ അങ്ങക്ക് ഇത്രയധികം സന്തോഷം അല്ലെങ്കിൽ ആയുസ്സൊക്കെ ലഭിക്കുമെങ്കിൽ ഇതാ എൻ്റെ ശരീരം മുഴുവനും ഞാനിതാ കുങ്കുമം ചാർത്തിയിരിക്കുന്നു. അങ്ങ് നീണാൾ വാഴട്ടെ, അനുഗ്രഹീതനായി തീരട്ടെ, അങ്ങ് വളരെ കാലം ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ദേഹം മുഴുവനും സിന്ദൂരം ചാർത്തിയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രീരാമസ്വാമിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ ഹനുമാൻ സ്വാമിയുടെ സ്ഥാനം ഒന്നുകൂടി ഉയർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ആ സ്നേഹത്തിൽ അതീവ സന്തുഷ്ടനായ ശ്രീരാമസ്വാമി സിന്ദൂരം ചാർത്തി ഹനുമാനെ പൂജിക്കുന്ന ഏതൊരാൾക്കും സന്തോഷകരമായ ജീവിതം ലഭിക്കുമെന്നും ആഗ്രഹിക്കുന്നതെല്ലാം ഉടനെ നടക്കുമെന്നും അനുഗ്രഹിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ആരാണോ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാർത്തുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നായിരുന്നു ആ ഹനുമാൻ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സിന്ദൂരം ചാർത്തുന്നതിൻ്റെ പിന്നിലെ കഥ ഇതാണ്. ഇനി നമ്മൾ നല്ല ജീവിതം ലഭിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും അല്ലെങ്കിൽ ആഗ്രഹം ഉടനെ സഫലമാകാനും ഒക്കെ ഉള്ള അനുഗ്രഹമായിട്ട് നമുക്കിത് കാണാം. ഇതിന് ഏറ്റവും നല്ലൊരു ദിവസം കൂടി ഉണ്ട് കേട്ടോ. അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളാണ് നമ്മൾ ആ സിന്ദൂരം ഹനുമാൻ സ്വാമിക്ക് ചാർത്തുന്നത് ഏറ്റവും ഉചിതം. ഇനി ആ സിന്ദൂരം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതും വെറ്റിലയിലാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് സ്ത്രീകൾ നേരിട്ട് സിന്ദൂരം ചാർത്തുന്നത് അത്ര ഉചിതമല്ല. അതിന് പകരം ചുവന്ന പൂക്കളാണ് ഹനുമാൻ സ്വാമിക്ക് സ്ത്രീകൾ സമർപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത, ഹനുമാൻ സ്വാമിക്ക് എന്ത് കിട്ടിയാലും
അതിൽ രാമൻ ഉണ്ടോ, എൻ്റെ ഭഗവാൻ ഉണ്ടോ, എൻ്റെ ശ്രീരാമൻ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു സ്വഭാവം ആഞ്ജനേയ സ്വാമിയുടെ ഒരു ശീലമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഞ്ജനേയ സ്വാമിയെ വിളിച്ച് ആ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ നടത്തുന്നതിന് മുൻപേ നമ്മൾ ശ്രീരാമസ്വാമിയെ കൂടി ഒന്ന് സ്മരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിൽ അത് ഒന്നുകൂടി നമുക്ക് ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം കിട്ടുന്നതിന് വളരെ വളരെ ഉചിതമാണ്. അപ്പോൾ നമ്മൾ ഭക്തരെല്ലാം രാമനാമം ജപിച്ച് ഭക്തിപൂർവം തനിക്ക് വടമാല സമർപ്പിക്കാറുണ്ട്. ആർക്ക്? നമ്മൾ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതാണ് വടമാല. അത് ഹനുമാൻ സ്വാമി അങ്ങനെ രുചിച്ചു നോക്കാറുണ്ട്, ഭക്തരിൽ വളരെ പ്രസാദിക്കാറുണ്ട്, അതുപോലെ ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വടമാലയും ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വഴിപാടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെണ്ണ ചാർത്തിയിട്ട് ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നതും വളരെ ഉചിതമാണ്. അതും ഒരു വിശേഷപ്പെട്ട വഴിപാടാണ്. വെണ്ണ ഉരുകുന്നത് പോലെ ഹനുമാൻ സ്വാമിയുടെ മനസ്സ് രാമനാമ ജപത്താൽ അതുപോലെ അലിയും എന്നാണ് വിശ്വാസം. അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് അപ്പോൾ വടമാല, വെറ്റിലമാല, അതുപോലെ തന്നെ വെണ്ണ സമർപ്പണം ഒക്കെ നമുക്ക് അന്നേ ദിവസം ചെയ്യാവുന്നതാണ്. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമുക്കത് ചെയ്യാം. ഇനി നമ്മുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കതിൽ വെറ്റിലമാല ചാർത്താം, വടമാല ചാർത്താം. അതെല്ലാം വളരെ ഐശ്വര്യവും അനുഗ്രഹദായകവും ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആ ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. അത്യപാരമായ ശ്രീരാമഭക്തിയുള്ള ആ ഒരു ചിരഞ്ജീവി കൂടിയാണ് ഹനുമാൻ സ്വാമി. അതുപോലെ തന്നെ മഹാജ്ഞാനത്തിൻ്റെ നിറകുടമാണ് ഹനുമാൻ സ്വാമി. മഹാബലവാനാണ്. അതുപോലെ തന്നെ അഷ്ടസിദ്ധികളും സ്വന്തമാക്കിയിട്ടുള്ള ഒരു ദേവൻ കൂടിയാണ്. പിന്നെയോ ആത്മീയ സാധനയിലൂടെ മറ്റാർക്കും എത്താനാകാത്ത കൊടുമുടികൾ സ്പർശിച്ച ഭഗവാനാണ് ശ്രീ ഹനുമാൻ. അപ്പോൾ ഈ ഭഗവാനായ അല്ലെങ്കിൽ ഈ ഹനുമാൻ സ്വാമിയെ നമ്മളെ പ്രീതിപ്പെടുത്താൻ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാനുള്ള ശക്തിയുണ്ട്. അല്ലെങ്കിൽ നമുക്കത് നിഷ്പ്രയാസം നമുക്കത് സാധിപ്പിച്ചു തരും. നമ്മൾ എന്തെങ്കിലും സങ്കടം നമ്മൾ പറയുകയാണെങ്കിൽ അതും പരിഹരിച്ചു തരാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയും. ഏത് കാര്യത്തിലും നമുക്ക് പൂർണ്ണ വിജയം ഉണ്ടാക്കി തരാൻ അല്ലെങ്കിൽ സാധ്യമാക്കി തരുന്ന അതിശക്തമായ ഒന്നാണ് ഈ കാര്യസിദ്ധി ഹനുമാൻ മന്ത്രങ്ങൾ. അപ്പോൾ ആ കാര്യസിദ്ധി ഹനുമാൻ മന്ത്രങ്ങൾ പലതരത്തിലുണ്ട്, അല്ലെങ്കിൽ പലതുണ്ട്. ഓരോ കാര്യത്തിനും ഓരോ മന്ത്രമാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ആ ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം നമുക്കൊരു വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വർഷത്തെ നമ്മളുടെ ഹനുമാൻ ജയന്തി വരുന്നത് വ്യാഴാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഈ ദിവസം തുടങ്ങുന്നത് വളരെ വളരെ ഐശ്വര്യവും അനുഗ്രഹവുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു കാര്യസിദ്ധി മന്ത്രം നമുക്ക് ഈ ഹനുമാൻ ജയന്തി ദിവസം തന്നെ ആരംഭിക്കാവുന്നതാണ്. ഇത് 108 തവണ ജപിക്കണം. അതുപോലെ തന്നെ ഈ ജപം നമ്മൾ 41 ദിവസം തുടരേണ്ടതാണ്. ഈ ജപകാലത്ത് അല്ലെങ്കിൽ നമ്മൾ 41 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുമല്ലോ, അതിനിടയിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നമുക്കൊരു കാര്യവിജയം നമ്മളെ തേടിയെത്തും എന്ന് നമ്മൾ മനസ്സിൽ ഭക്തിയോടുകൂടി ചെയ്താൽ അത് നമ്മളെ തേടിയെത്തും. അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന ഈ 41 ദിവസത്തോളം നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ശരീരശുദ്ധിയോടും വ്രതശുദ്ധിയോടും കൂടി വേണം ഈ കാര്യസിദ്ധി മന്ത്രങ്ങൾ ചൊല്ലാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതിന് ഈ മന്ത്രം സഹായിക്കുന്നതാണ്. അപ്പോൾ ആ മന്ത്രം നമുക്കൊരു മന്ത്രം പറഞ്ഞു തരാം. അത് നിങ്ങൾ ഈ വ്യാഴാഴ്ച ഈ ഹനുമാൻ ജയന്തി ദിവസം തന്നെ ആരംഭിച്ചോളൂ. അപ്പോൾ ആ മന്ത്രം ഏതാണ് എന്നൊന്ന് നോക്കാം. അസാധ്യ സാധകസ്വാമി അസാധ്യം തവ കിംവദ രാമദൂത കൃപാസിന്ധോ മത്കാര്യം സാധയ പ്രഭു. അപ്പോൾ ആ മന്ത്രം വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം, എഴുതിയെടുത്ത് നമുക്കത് ആരംഭിക്കാവുന്നതാണ് ചൊല്ലാൻ. അസാധ്യ സാധകസ്വാമി അസാധ്യം തവ കിംവദ രാമദൂത കൃപാസിന്ധോ മത്കാര്യം സാധയ പ്രഭു. അപ്പോൾ ഈ മന്ത്രം നമ്മൾ എഴുതിയെടുത്ത് നമ്മൾ ഈ ഹനുമത് ജയന്തി ദിവസം നമ്മളത് ജപം തുടരുക. വ്രതശുദ്ധിയോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വേണം 41 ദിവസം നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ. അപ്പോൾ അതിൻ്റെ ആ കാര്യസിദ്ധി
ഉണ്ടാകും. അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യാഴാഴ്ച തന്നെ നമുക്ക് അനുഭവത്തിൽ വരും. നമ്മൾ എത്രത്തോളം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നുവോ അത്രത്തോളം ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മന്ത്രം ആദ്യമായിട്ട് ജപിച്ചത് സീതാദേവിയാണ്. അതായത് രാവണന്റെ തടവിൽ കഴിയുന്ന സമയത്ത് ആ ശ്രീരാമദേവന്റെ ദർശനം കിട്ടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് സീതാദേവി ജപിച്ച ഒരു മന്ത്രമാണ് ഈ കാര്യസിദ്ധി മന്ത്രം. അപ്പോൾ എവിടെ ഈ രാമനാമ മന്ത്രം ഉണ്ടോ അവിടെയെല്ലാം ശ്രീരാമസ്വാമിയുടെയും അതുപോലെ അഞ്ജനസ്വാമിയുടെയും അനുഗ്രഹത്തിന് നമുക്ക് ഭക്തിയോടുകൂടി ഈ ഹനുമത് ജയന്തി ദിനത്തില് നമുക്ക് ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാണ്. അങ്ങനെ ഈ ശ്രീരാമസ്വാമിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം ഒരുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഞ്ജനേയ ജയന്തി ദിവസം അല്ലെങ്കിൽ ഹനുമത് ജയന്തി ദിവസം നല്ലൊരു തുടക്കമാകട്ടെ, നല്ലൊരു കാര്യസിദ്ധി നമുക്ക് ഉണ്ടാകട്ടെ, നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങൾ നടക്കട്ടെ. അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും എല്ലാം അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഹനുമത് ജയന്തി ദിവസം ഇത് ആരംഭിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇനി അന്ന് തന്നെ ആരംഭിക്കണം എന്ന് നിർബന്ധം ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച, നമുക്കന്ന് തുടങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കൊരു വ്യാഴാഴ്ച ദിവസം ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാണ്. തുടർച്ചയായി 41 ദിവസം ജപിച്ചാൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ആ ഹനുമാൻ സ്വാമിയുടെ ജീവിത വിജയം, അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയോടുള്ള ഭക്തി, അതെല്ലാം നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.